My life is in you, Lord. My hope is in you, Lord. My strength is in you, Lord. In you. Hello, good afternoon, everybody. How are you? Have you had your lunch? My dear little ones, don't skip your food for anything. Because if you want to grow well, eat well in proper time or right time. Then what will eat at the morning? Yes, breakfast. Then at the noon time, lunch. Then at the night what? Dinner or supper. So my dear little stars, stay healthy and happy always. Remember one thing. If you have healthy body, then only you will get healthy mind and brilliant or intelligent brain. Remember that. Okay, today we are going to discuss something in English language. Do you like English language? What is English? English is the most beautiful language in the world. English is a universal language, language of confidence, etc. etc. Do you know one thing? English is my favorite subject. Why? It makes me more happy. When I speaking in English, I feel very comfortable. അപ്പോൾ എൻ്റെ മക്കളെയും ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? നിങ്ങളെയും ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പോവുകയാണ്. റെഡിയാണോ നിങ്ങൾ? റെഡിയല്ലേ? അപ്പോൾ പറയും, ടീച്ചറേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് പറ്റൂല. കുറേ നിങ്ങൾ പുസ്തകം എടുത്ത് വായിച്ച് നോക്കും, ഇതെന്തൊക്കെയാണ് വേർഡ്സ് വായിക്കാൻ പറ്റുന്നില്ല അവിടെ വെച്ച്. അതിനുശേഷം കുറേ എടുത്ത് എഴുതി നോക്കും, ഇതെന്തൊക്കെയാണ് എഴുതുന്ന മൊത്തം തെറ്റ് അവിടെ വെച്ച്. അതാണോ വേണ്ടത്? ഒരിക്കലും അല്ല. പഠിക്കുന്ന കുട്ടിക്കേ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂ, അല്ലെ അവന് നന്നായി പഠിക്കും. അപ്പോൾ അവൻ പറ്റും, എനിക്കത് പറ്റൂല, എനിക്ക് മലയാളം അറിഞ്ഞൂടാ. ദാറ്റ്സ് എ പോയിന്റ്. മലയാളം അറിയോ? ഡു യു നോ മലയാളം? You know one thing, Malayalam is the most difficult language in the world. So, if you can speak in Malayalam, obviously you can speak in English. മലയാളത്തിൻ്റെ അത്ര പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് ഒന്നല്ല ഇംഗ്ലീഷ്. അത്രയും സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് ലാംഗ്വേജ് ആണ്. പക്ഷെ നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം. തെറ്റിക്കോട്ടെ. വി വാണ്ട് എറർസ്. നമുക്ക് തെറ്റാണ് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ തെറ്റിൽ നിന്ന് ശരിയാവണം. ഐ വിഷ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വെരി വെൽ. ഐ വാണ്ട് ടു പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. പക്ഷേ ടീച്ചർക്ക് വളരെ കുറച്ചേ അറിഞ്ഞുള്ളൂ. അത് വെച്ചാണ് ടീച്ചർ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. തെറ്റും, നോ പ്രോബ്ലം. പക്ഷേ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. ബിക്കോസ് in future or tomorrow, if you go to abroad or other state, you should know English. നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്സ് ചെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രി, അറബ് രാഷ്ട്രത്തിൽ ചെന്ന്, നിങ്ങൾക്ക് അവരുടെ മദർ ടങ് അറിയാവോ? വാട്ട് ഈസ് അവർ മദർ ടങ്? നമ്മുടെ മദർ ടങ് എന്താണ്? നമ്മുടെ മാതൃഭാഷ മലയാളമാണ് അല്ലേ? അതേമാതിരി ഓരോ രാജ്യത്തിന് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിന് അവരുടേതായ ഭാഷ ഉണ്ടാവും. തമിഴ് സംസാരിക്കാൻ പെട്ടെന്ന് കഴിയോ? കന്നഡ, തെലുങ്കു എല്ലാം പോട്ടെ. അറബ് കൺട്രീസ് പോയാൽ നമുക്ക് അറബിയിൽ അവരോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക? ഡോണ്ട് വറി, ഇഫ് യു നോ ഇംഗ്ലീഷ് ലാംഗ്വേജ് യു ക്യാൻ ഈസിലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. ദാറ്റ്സ് വൈ ഐ സെഡ് ഇംഗ്ലീഷ് ഈസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഇഷ്ടം വരുന്നില്ലേ? ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നുന്നില്ലേ? അപ്പം നമുക്ക് കുറച്ചൊന്ന് സംസാരിച്ച് നോക്കിയാലോ? മിസ്സ് കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഒരുപാട് തിയറീസൊക്കെ ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് ട്രൈ ടു സ്പീക്ക് ഇറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന വെച്ച് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കുക. അത്രയേ വേണ്ടു. നമ്മുടെ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഡു യു ലൈക്ക് ഗെയിംസ്? യെസ്. Here we are going to play a game. Stand up all of you stand up. Okay, very good. Then show me your hands. Where is your hands? Here, this is my hands. I have two hands. We all have two hands. Okay. Then can you make a sounds with your hands? Yes, that's the way. How? One is, then other one is, what is this? Yes, clapping. Now we are going to play a game. Throughout the game, we are clapping with our hands. When I say stop, you all are stand like a statue. How? Like this. Ready? Can we start? Okay. Clap, clap, clap.
out. Because in this game we have a rule. Don't make any movement. Do you like this? Can we do once more? Ready? Okay. Stop. Ready? Okay, it was, I think you answered hello. It was an interesting game. So my dear children, the last class we have discussed how to introduce ourselves. I think you all were learned introducing ourselves, and also we discussed some questions and answers based on myself. And we saw some pictures, some fruits pictures, and tried to read it. So today I will show you some pictures and try to say what is that, what's the specialty of that fruits, etc. 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 എന്തിനാണെന്നറിയോ? നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ? ടീച്ചർ കുറച്ച് പിക്ചർ കാണിക്കും, അതെന്താണെന്ന് നമ്മളൊന്ന് പറയാൻ പോവാണല്ലേ. നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിലും എവിടെ പോയാലും നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയണ്ടേ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയണ്ടേ. നമുക്ക് എക്സാമിനൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രൈബ് എ പിക്ചർ അല്ലേ, റീഡ് എ പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്കതൊന്ന് പഠിച്ച് നോക്കാം. ആർ യു റെഡി? Then look here. Wow, what is this? Yes, my favorite fruit. എന്താണ്? Apple. Do you like apple? Do you remember a song about apple? Apple, 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 round and yummy apple. Apple, 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 round and yummy apple. Red apple, green apple, sweet and sour apple. What is apple? A for apple. From LKG or from nursery level we are learning. A for apple. Apple, yes, apple. It is a fruit. It's a fruit, red color or green color fruit. Commonly we are seeing red in color. So apple, it's a fruit. Apple, it's a fruit. It is red in color. What color? Red in color. It's very tasty fruit or yummy fruit, so that, and also it is very good for our health. Apple is very good for our health. Look, it is an apple. Can you see? It is an apple. It is red in color. Which color? Red color. Do you know red color? Yes, red in color. It is good for our health. അല്ലേ, ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ നമ്മൾ ഡോക്ടറെ കാണണ്ടെന്നാന്ന് പറയാം. വായിച്ചില്ലേ എല്ലാവരും? Can you speak? Can you speak about apple? Yes, we can. It's very simple. Okay, that's fine. Next one is, look. Wow, what is this? Orange. What? Orange. The most famous citrus fruit, orange. Do you like orange? Orange. What is the color of orange? What? Orange? I am asking, what is the color of orange? Orange. What are you saying? I am asking, what is the color of orange? Confusion ആകുന്ന ഒരു കാര്യം. ഓറഞ്ചിന്റെ കളർ എന്താ? Orange. Yes. The color of orange is orange. നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ്? It is an orange. It is a fruit. Orange is a fruit. It is round in shape. Orange is round in shape. It is good for our skin. If you eat more orange, you will get glowing skin. Am I right? Clear അല്ലേ? Okay. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ലാസ്റ്റ് നമുക്ക് എല്ലാം പറഞ്ഞു നോക്കണം.
So next, look here. Oh my God, watermelon. Very big fruit. Watermelon. Do you like watermelon? Very yummy. So it is a watermelon. It is a watermelon. It is a fruit. It is very big in size, or it is big in size. It's good for our health. Right? വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. 3 ഫ്രൂട്ടിനെ നിങ്ങൾ കാണിച്ചു. എന്തെങ്കിലും ഒരു ചേഞ്ച് എൻ്റെ മക്കൾ നോട്ടീസ് ചെയ്തോ? ഡിഡ് യു നോട്ടീസ് എനി ചേഞ്ച്? ഈ 3 ഫ്രൂട്ടിലും ടീച്ചർ ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നോ? ലുക്ക്, ദിസ് ഈസ് an orange. This is an apple. This is a watermelon. What is the difference? An orange ആണ്, an apple ആണ്, a watermelon ആണ്. എന്തുകൊണ്ടാണ് ആദ്യത്തെ രണ്ടിലും ആനും ലാസ്റ്റ് വണ്ണിലും എയും ചേർത്തത്? നമ്മുടെ വാട്ടർമെലൺ വലിയതായത് കൊണ്ടാണോ? ആണോ? അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യത്തൊക്കെ 2 3 ഉണ്ടെങ്കിൽ വിചാരിക്കുക അതൊക്കെ 2 ഉണ്ട്, ഇതൊന്നേ ഉള്ളൂ. പക്ഷെ 3ഉം ഒരെണ്ണല്ലേ വരുന്നുള്ളൂ. Then why we used these 2 ones had an and the last one have a watermelon, an orange, an apple, a watermelon. Why the reason? What is the reason? My dear little ones, please listen carefully. എല്ലാവരും ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചേ. Now we are going to learn a new rule. നമ്മളൊരു റൂള് പഠിക്കാൻ പോവാണ്. നിങ്ങൾ എഴുതിയും ബൈ ഹാർട്ട് ഇതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. I am showing some letters. A, E, I, O and U. Read it. A, E, I, O, U. A, E, I, O, U. What is that? That is vowels. Vowel sounds. A, E, I, O, U. When we see a word that start with vowel sounds, we can use an before that word. A, I, O യിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾ ഇനി നോട്ടീസ് ചെയ്താൽ ഒന്നും നോക്കണ്ട, എന്ത് യൂസ് ചെയ്തോ? ആൻ യൂസ് ചെയ്തോ? an apple, an orange, an aeroplane, an ant. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് എ, ഇ, ഐ, ഒ യിൽ തുടങ്ങുന്ന വേർഡ്സ് കണ്ടാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം തുടങ്ങും എന്തിലാണ്? ആനിലാണ് കേട്ടോ. ബാക്കിയുള്ള വാട്ടർമെലൺ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഏതാണ്? W. That's why we used A. Clear? So finally I'm giving you another picture. Look. Banana. Do you like banana? Then can you say something about banana? നമ്മളിപ്പോൾ 3 ഫ്രൂട്ട്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, പഠിച്ചു. ഇനി ബനാനയെ കുറിച്ച് എൻ്റെ മക്കൾക്കൊന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ട്രൈ. യെസ്, ട്രൈ. യെസ്, ദിസ് ഈസ് ബനാന. ഇറ്റ്സ് എ വെജിറ്റബിൾ, റൈറ്റ്? ഓ സോറി, ദിസ് ഈസ് എ ഫ്ലവർ. ആണോ? നോ, ബനാന ഈസ് എ ഫ്രൂട്ട്. സോ ദിസ് ഈസ് ബനാന. It's a fruit. What is the color of banana? Red? Orange? No, the color of banana is yellow. We can see golden yellow or light yellow, whatever. And what is the shape of banana? Round shape or long shape? Square shape? The shape of banana is curved in shape. So can we write? This is banana. It's a fruit. Its color is yellow. It is curved in shape. And banana is my favorite fruit. I like banana very much. I saw many bananas in my home, village, etc. You can add these types of lines in your view. Okay, my dear children. So today we learned about 4 fruits. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ 4 പഴങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി ഏതെങ്കിലും ഒരു ഫ്രൂട്ടിനെ കണ്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 സെൻറ്റൻസ് എൻ്റെ മക്കൾക്ക് പറയാൻ പറ്റുമല്ലോ?
ദാറ്റ് ഓൺലി ഐ നീഡ്. ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് അതേ വേണ്ടു. എല്ലാവരും നിങ്ങൾ ഇത് മുഴുവൻ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ഒരു ഫ്രൂട്ട് ഓർ ഒരു വെജിറ്റബിളിനെ പെട്ടെന്ന് കണ്ടാൽ അതിൻ്റെ നെയിം നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് 2-3 സെൻറ്റൻസ് എൻ്റെ മക്കൾക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അത്രയും ഒരു യൂസ്ഫുൾ ആയി എന്ന് മിസ് വിചാരിക്കും. അതെങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഫ്രൂട്ട് കണ്ടു, മാംഗോ ആണ് കാണുന്നതെന്ന് വിചാരിക്കുക. മാങ്ങ അല്ലേ, മാംഗോ. അപ്പോൾ മാംഗോ കണ്ടാൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തു ഇത് മാംഗോ ആണ്. അപ്പോൾ എക്സാമിന് വരികയാണ് മാംഗോ, റൈറ്റ് സംതിങ് അബൌട്ട് ദിസ് പിക്ചർ. അപ്പോൾ വാട്ട് ഈസ് ദിസ്? യെസ്, ദിസ് ഈസ് മാംഗോ, ഇറ്റ്സ് എ ഫ്രൂട്ട്. എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ. ദെൻ യു തിങ്ക് അബൌട്ട് ദ കളർ. വാട്ട് ഇസ് ദ കളർ ഓഫ് മാംഗോ? Orange, yellow, green, whatever. Then the color of the mango is dash. I like mango very much. Mango is good for our health. You know one thing, all fruits and vegetables are good for our health. എല്ലാ ഫ്രൂട്ടും നമ്മുടെ ഹെൽത്തിന് ഗുഡാണ്. സോ എല്ലാത്തിനും നമുക്ക് ആ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ വേണ്ട എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കണ്ട ആപ്പിൾ ആയിട്ടും ഓറഞ്ച് ആയിട്ടും ബനാന ആയിട്ടും വാട്ടർ മെലൺ ആയിട്ടും എൻ്റെ മക്കൾ ആക്ട് ചെയ്യുക. In my eyes, you all are fruits. അല്ലേ? ടീച്ചറുടെ കണ്ണിൽ നിങ്ങൾ എല്ലാവരും എന്താണ്? നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെയാണ്. സോ നൗ യു വാണ്ട് ടു ആക്ട് ലൈക്ക് എ ഫ്രൂട്ട്സ്. I am apple. I am apple. My color is red. I am very good for your health. I also seen in green color. എന്നിങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് ആ വോയിസ് ക്ലിപ്പ് മിസ്സിന് അയച്ചു തരിക. If you want, you can write these all things in your notebook. Right. So my dear little champions, you have an activity. Look. Write something about this fruit. And also you try to speak about this fruit. Right? So our time is over. I think it's better to wind up now. I'm going to wind up. Take care. Bye bye.